ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫലൂഡ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കസ്റ്റാർഡ് ഫലൂഡയാണ്. ഇപ്പോൾ കുട്ടികളെയൊന്നും പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ പാലുണ്ട്. കാച്ചാത്ത പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് പാലിന് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എന്നുള്ള അളവിലാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, കട്ടകളൊന്നും ഇല്ലാതെ. ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന റെസിപ്പി മുമ്പേ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈ മിക്സ്ചർ മാറ്റി വയ്ക്കാം. കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പം ഞാൻ 1 കപ്പ് പാലിലാണ് ചെയ്യുന്നത്. 1 കപ്പ് പാലിൽ ചെയ്താൽ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ഫലൂഡയിലേക്ക് എടുക്കാനുണ്ടാവും. അപ്പോൾ 1 കപ്പ് പാലിപ്പോൾ ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റാർഡ് ആകുമ്പോൾ കുറച്ച് മധുരത്തിലാണല്ലോ ഉണ്ടാവുക. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം തള വന്നപ്പോൾ ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇപ്പം നമ്മളുടെ കസ്റ്റാർഡ് മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു. ഇതിപ്പോൾ 1 കപ്പ് പാലേ ഉള്ളൂ, അപ്പോൾ ഞാൻ പകുതി കസ്റ്റാർഡ് മിക്സ്ചറേ ഒഴിച്ചിട്ടുള്ളൂ. കസ്റ്റാർഡ് മിക്സ്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മിനിറ്റ് 2 മിനിറ്റോളൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഒന്നിത് കട്ടിയാവാനായിട്ട് തുടങ്ങും. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് ഞാൻ 2 കപ്പോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സാവനരി അല്ലെങ്കിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. സേമിയയ്ക്ക് പകരം നമ്മൾ സാവനരിയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. ആദ്യം നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് അരിപ്പ് ഉപയോഗിച്ച്. അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയെടുക്കണം. ഇതൊന്ന് നമുക്ക് കഴുകി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കസ്കസ് വേണം. ഇതിപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കാര്യം നോക്കാം. ഒരു 15 ചെറി, 1 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത്, കുറച്ച് റേസിൻസ്, ഒരു 15 അണ്ടിപ്പരിപ്പ്, 1 ആപ്പിൾ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ചെറുതായി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സാവനരി അല്ലെങ്കിൽ ചവ്വരിയാണ് ആദ്യം ആഡ് ചെയ്തത്. പിന്നെ ഒരു 10 ചെറി, 2ആയി നുറുക്കിയ ചെറിയാണ്, ഒരു 10 എണ്ണോളം വരും. പിന്നെ ഞാൻ നേന്ത്രപ്പഴമാണ് ആഡ് ചെയ്യുന്നത്. അതൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. അടുത്തതായി നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച ആപ്പിളാണ് ആഡ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഡിഷായിരിക്കും. എന്തായാലും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെള്ളത്തിൽ പൊങ്ങാൻ വേണ്ടി ഇട്ട കസ്കസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കസ്കസ് ഫലൂഡയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസ്റ്റാർഡും ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തു. ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ആഡ് ചെയ്ത് കാണും. ഇനി നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ചെറിയ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ കസ്റ്റാർഡ് കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്തു. പിന്നെ ഒരു ലെയർ കൂടെ നട്ട്സും റേസിൻസും കൂടി ഞാൻ ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് കഴിക്കാം. എളുപ്പമുള്ളൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം.